ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. നിത്യനായ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. നിത്യനായ ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. ജീവനുള്ള ദൈവം ദാവീദിനെക്കുറിച്ച് അവൻ എനിക്ക് ബോധിച്ച പുരുഷൻ എന്ന് പറയുകയുണ്ടായി. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് ദൈവം വലിയ ആശയോടും പ്രതീക്ഷയോടും കൂടി പറഞ്ഞു. ദൈവം ദാവീദിൽ വലിയ പ്രതീക്ഷ പുലർത്തി ആശ വെച്ചു. ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ കണ്ടിരിക്കുന്നു. എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ദാവീദിനെ ഞാൻ കണ്ടിരിക്കുന്നു. എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എനിക്ക് ബോധിച്ച പുരുഷൻ എന്ന് നിത്യനായ ദൈവം ദാവീദിനെക്കുറിച്ച്
ഒടുവിൽ സാക്ഷ്യം പറയുകയുണ്ടായി. പഴയ നിയമത്തിൽ ദാവീദ് 7-ാമത്തെ സങ്കീർത്തനം ആദ്യവാക്യത്തിൽ കരഞ്ഞത് നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ധ്യാനിക്കുകയുണ്ടായി. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് അങ്ങനെ പ്രാർത്ഥിക്കുകയും കരയുകയും അഭയയാചന ചെയ്യുകയും ചെയ്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ചു. അതിനുശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിരുവചനം സംസാരിക്കുമ്പോൾ ദാവീദിനെക്കുറിച്ച് പറയുകയാണ്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീർന്നുവെന്ന്. ദാവീദ് ദൈവത്തിന് ബോധിച്ച പുരുഷനായി തീർന്നുവെന്ന്. ദാവീദ് ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് ദൈവം പ്രത്യാശ പുലർത്തിയെന്ന്. തുടർന്ന് അതേ പ്രസംഗത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു ദ്രവത്വം കണ്ടു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. ദാവീദ് മരിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ദാവീദ് ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം പര്യവസാനിക്കുന്നതിന് മുൻപായി ദൈവത്തിൻ്റെ ഹിതമെല്ലാം നിവർത്തിച്ചു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം നിദ്ര പ്രാപിച്ചു. ദാവീദിന് എല്ലാ മനുഷ്യർക്കും എന്ന പോലെ ഒരേ ഒരായുസ് മാത്രം. നമുക്കുമതേ, ദാവീദിനുമതേ, ഒരേ ഒരായുസ് മാത്രം. ഈ ഒരായുഷ്കാലം എങ്ങനെ ചെലവഴിക്കുന്നു? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം ഈ ആയുഷ്കാലം തീരുവാൻ നമുക്ക് സാധിക്കുമോ? അതാണ് ജീവിതത്തിൻ്റെ മാറ്റിൻ്റെ ഉരകല്ല്. നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റ് നിർണ്ണയിക്കുന്ന, ജീവിതത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്ന ഗൗരവമേറിയ കാര്യമാണ് ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ആയുഷ്കാലം തയ്ക്കുന്നു എന്നുള്ളത്. ഞാൻ എത്ര സമ്പത്ത് നേടി എന്നുള്ളതല്ല, ഞാൻ എത്ര വിദ്യാഭ്യാസം നേടി എന്നുള്ളതല്ല, ഞാൻ ഈ ലോകത്ത് ഏതെല്ലാം ഔന്നത്യങ്ങൾ സമ്പാദിച്ചു എന്നുള്ളതല്ല, ഏതെല്ലാം പേരും പെരുമയും മാനവും ധനവും ആഠ്യത്വവും യശസ്സും കീർത്തിയും പെരുമയും പ്രാപിച്ചു എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച്, നാം ഓരോരുത്തരെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വില കൽപ്പിക്കുന്ന വസ്തുത. ഈ ഭൂമിയിലെ ആയുഷ്കാലം എങ്ങനെ നാം ചെലവഴിക്കുന്നു? ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് ബോധിച്ച പുരുഷനായി, ബോധിച്ച മനുഷ്യനായി, ദൈവത്തിന് ഹിതം നിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടപുരുഷനായി നാം ജീവിക്കുന്നുണ്ടോ? ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. നാം അങ്ങനെ ആകുന്നുണ്ടോ? എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് നമ്മെക്കുറിച്ച് പറയത്തക്കവണ്ണം നാം നിത്യനായ ദൈവത്തിൻ്റെ കൺമുൻപിൽ നാം വിശുദ്ധരും വിശ്വസ്തരുമായി ജീവിക്കുന്നുണ്ടോ എന്ന് നാം സ്വയം ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ദാനിയേലിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, ദാനിയേൽ എൻ്റെ ഏറ്റവും പ്രിയ പുരുഷനെന്നാണ്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷൻ. അബ്രഹാമിനെക്കുറിച്ച് ദൈവം പറയുന്നു, എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്ന്. നോഹയെക്കുറിച്ച് ദൈവം പറയുന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നോഹ ആ തലമുറയിലെ നീതിമാൻ. ഹാനോക്കിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ഹാനോക്ക് ആദ്യത്തെ 65 സംവത്സരം ദൈവവിചാരമില്ലാത്തവനായി ജീവിച്ചു. എന്നാൽ 65 വയസ്സിൽ ഹാനോക്കിൻ്റെ ജീവിതം വഴിമാറി. ഹാനോക്കിൻ്റെ ജീവിതം മാനസാന്തരത്തിലേക്ക് വന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങി, ദൈവത്തോടുകൂടെ നടന്നു.
ഹാനോക്ക് 65 വയസ്സ് മുതൽ പിന്നീടുള്ള 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു എന്ന് നാം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നോഹ ദൈവത്തോടുകൂടെ നടന്നു, ആ തലമുറയിലെ നീതിമാൻ എന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നോഹയ്ക്ക് ഭാഗ്യം ലഭിച്ചു. മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞു, എനിക്ക് എൻ്റെ ഗ്രഹത്തിലൊക്കെയും ഏറ്റവും വിശ്വസ്തനായ പുരുഷനെന്ന്. പൂർവീയ പിതാക്കന്മാരെക്കുറിച്ച് നിത്യനായ ദൈവം ഇങ്ങനെ ഓരോ വാക്കുകൾ അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്, അരുളി ചെയ്തിട്ടുണ്ട്. നമ്മെക്കുറിച്ച് എന്താണ് കർത്താവ് പറയുന്നത്? ദൈവത്തിൻ്റെ വിശ്വസ്ത പുരുഷനും നമ്മെക്കുറിച്ച് പറയുമോ? ദൈവത്തിൻ്റെ സ്നേഹിതനും നമ്മെക്കുറിച്ച് പറയുമോ? ഈ തലമുറയിലെ നീതിമാനും നമ്മെക്കുറിച്ച് പറയുമോ? ഏറ്റവും പ്രിയപുരുഷനും നമ്മെക്കുറിച്ച് പറയുമോ? പോരാ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെക്കുറിച്ച് പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ച് പറയുമോ? നഥനയേലിനെ യേശു തമ്പുരാൻ കണ്ടു. യേശു ക്രിസ്തു കണ്ട് നഥനയേലിനെ കണ്ടു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, കപടമില്ലാത്തവനെന്ന് ദൈവം സാക്ഷിക്കുന്ന എത്രയും ശ്രേഷ്ഠമായ അനുഭവം. നാം ചിന്തിക്കൂ, എനിക്ക് ദൈവം തരുന്നതായ പേരെന്താണ്? എനിക്ക് ദൈവം തരുന്നതായ വിശേഷണം എന്താണ്? വിശ്വസ്ത പുരുഷനായി നമുക്ക് കാണപ്പെടാൻ താല്പര്യമുണ്ടോ? ദൈവത്തിനെ ബോധിച്ച പുരുഷനായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് താല്പര്യമുണ്ടോ? ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുന്നവനായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് താല്പര്യമുണ്ടോ? നാം പറയുമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട് എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെല്ലാം പാളിച്ചകൾ വന്നെങ്കിലും, എന്തെല്ലാം പോരായ്മകളോ ജീവിതത്തിൽ എന്തെല്ലാം വല്ലായ്മകളോ വന്നെങ്കിലും എല്ലാം നികത്തി ദൈവത്തിൻ്റെ ഹിതമെല്ലാം നിവർത്തിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച ദാവീദിനെ പോലെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രസാദയോഗ്യരായി നിൽക്കണമെന്നാണ് നിത്യനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൾ ആണോ? ഇതുവരെയുള്ള ജീവിതം അങ്ങനെയാണോ? ദാവീദിൻ്റെ ജീവിതം ദൈവം തിരഞ്ഞെടുത്ത ജീവിതമായിരുന്നു. ദാവീദ് ദൈവസന്നിധിയിൽ ദൈവം ഉയർത്തിയെടുത്ത്, ദൈവം വളർത്തിയെടുത്ത്, ദൈവം അഭിഷേകം ചെയ്ത്, ദൈവം അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ഉന്നത പദവികൾ നൽകി അനുഗ്രഹിച്ച ജീവിതമായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആദ്യകാല ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം നോക്കേണ്ടിയിരിക്കുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദാവീദിൻ്റെ ബാല്യകാല ജീവിതമാണ്. ദാവീദിൻ്റെ യൗവനകാല ജീവിതമാണ്. ദാവീദിൻ്റെ ബാല്യകാല ജീവിതം അത് വളരെ അരിഷ്ടതയുള്ള ജീവിതമായിരുന്നു, വളരെ ദരിദ്രമായ ജീവിതമായിരുന്നു. സാധു കൃഷിവല കുടുംബം, പോരാ ആട്ടിടയ കുടുംബം. ആകെയുള്ള സ്വത്തെന്ന് പറയുന്നത് ബേത്ലഹേമിലെ ആ കുഗ്രാമത്തിലെ ചെറിയ കൃഷിയിടത്തിലെ കൃഷി, അതിന് പുറമേ ആ ഇശായി എന്ന ദാവീദിൻ്റെ അപ്പൻ്റെ ആടുകളെ നോക്കിക്കിട്ടുന്ന ചെറിയ വരുമാനം. ദാവീദിൻ്റെ വീട്ടിൽ ദാവീദിന് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ദാവീദിൻ്റെ അപ്പനും അമ്മയും ദാവീദിൻ്റെ 7 സഹോദരന്മാരും ദാവീദും, അങ്ങനെ 10 പേരടങ്ങിയ ഒരു പ്രാരബ്ധമുള്ള കുടുംബം. വളരെ ദരിദ്രമായൊരു കുടുംബം, ജീവിക്കാൻ മാർഗമില്ലാത്തൊരു കുടുംബം, കഷ്ടപ്പാടും ദുരിതവുമായി വലയുന്ന ഒരു ബാല്യകാലം. എന്നും ദാവീദ് ആടുകളെ നോക്കാൻ പോകും. ദാവീദ് ആടുകളെ നോക്കി ആടുകളെ കൊണ്ടുവന്ന് തൊഴുത്തിലാക്കിയിട്ട് തൊഴുത്തിൻ്റെ വാതുക്കൽ കിടന്നുറങ്ങും. അതിനിടയ്ക്ക് എപ്പോഴോ അകത്ത് ചെന്ന് അമ്മയുടെ അടുക്കൽ നിന്ന് അല്പം ആഹാരം കഴിച്ച് ആട്ടിൻ്റെ തൊഴുത്തിൻ്റെ വാതുക്കൽ ദാവീദ് ആടുകളെ കാത്ത് കിടക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര ദയനീയമായ ശോചനീയമായ ഒരു അനുഭവത്തിലൂടെയാണ് ദാവീദിൻ്റെ ബാല്യകാലം കഴിച്ചത്. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആ കുടുംബത്തെ നിത്യനായ ദൈവം കണ്ടു എന്ന്. ബേത്ലഹേം എന്ന ആ ഗ്രാമത്തിലെ ചെറു കുടുംബത്തെ, ദരിദ്ര കുടുംബത്തെ ദൈവം കണ്ടു. സ്നേഹിതരെ, അതല്പം ആശ്വാസദായകമായ ഒരനുഭവമാണ്.
നമ്മുടെ ജീവിതത്തിലും അതെ, നാം എത്ര ചെറിയവരാണ്, നാം എത്ര നിസ്സാരരാണ്. നമുക്ക് വിദ്യാഭ്യാസമില്ലായിരിക്കാം, നമുക്ക് പണമില്ലായിരിക്കാം, നമുക്ക് ആരോഗ്യമില്ലായിരിക്കാം, നമുക്ക് സൗന്ദര്യമില്ലായിരിക്കാം, നമുക്ക് ഈ ലോകത്ത് പേരും പെരുമയും ഇല്ലായിരിക്കാം, നമുക്ക് ബന്ധുബലമില്ലായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ പല പല പോരായ്മകൾ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജീവനുള്ള ദൈവം നമ്മെ കാണുന്നു. ദാവീദ് പിൽക്കാലത്ത് പറഞ്ഞു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് ദാവീദ് പറയുന്നത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്സാരതയിൽ നമ്മെ കാണുന്ന ദൈവം കഴിഞ്ഞ കാലത്തെ അരിഷ്ടതകൾ, കഴിഞ്ഞ കാലത്തെ ദാരിദ്ര്യങ്ങൾ, കഴിഞ്ഞ കാലത്തെ വറുതികൾ, കഴിഞ്ഞ കാലത്തെ പ്രതിസന്ധികൾ, കഴിഞ്ഞ കാലത്തെ ദുരിതങ്ങൾ, കഴിഞ്ഞ കാലത്തെ യാതനകൾ, കഴിഞ്ഞ കാലത്തെ രോഗാതുര ജീവിത രംഗങ്ങൾ, കഷ്ടപ്പാടിലും ക്ലേശത്തിലും വലഞ്ഞിരുന്നതായ ഒരു കഴിഞ്ഞ കാലം. പ്രിയപ്പെട്ടവരെ നോക്കൂ, ദാവീദിൻ്റെ ആ കുടുംബം വലഞ്ഞു കഴിഞ്ഞ കാലത്താണ് സ്വർഗത്തിലെ ദൈവം ആ കുടുംബത്തെ സന്ദർശിച്ചത്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ കൊതിപൂണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് ഞാനിതാ വലഞ്ഞും ഉലഞ്ഞും വിഷമിച്ചും ഭാരപ്പെട്ടും ആകുലപ്പെട്ടും ആവലാതി കൊണ്ടുകൂടെ ഇരിക്കുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഞാൻ ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്ങാനാവാത്ത ദുരിതങ്ങളും വഹിക്കാൻ വയ്യാത്തതായ പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തെ വലയം ചെയ്ത് എന്നെ വീർപ്പ് മുട്ടിക്കുകയാണ്. എൻ്റെ കർത്താവേ, എന്നെ നീ ഒന്ന് സന്ദർശിക്കണമേ, എന്നെ നീ ഒന്ന് നോക്കണമേ, എൻ്റെ ഈ ദയനീയ അവസ്ഥയിൽ നീ ഒന്ന് മനസ്സലിയണമേ, എന്നെ നാഥാ നീ ഒന്ന് മനസ്സലിഞ്ഞ് നോക്കണമേ. ദാവീദ് പിൽക്കാലത്ത് പറയുകയുണ്ടായി, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നെന്ന് ദാവീദ് പിന്നൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നമ്മെ ഓർക്കുന്ന ദൈവം, നമ്മെ വിചാരിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയമറിയുന്ന ദൈവം, നമ്മുടെ ജീവിതം കാണുന്ന ദൈവം, നമ്മുടെ ദയനീയതയിൽ സഹതപിക്കുന്ന ദൈവം, നമ്മുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കുന്ന ദൈവം, നമ്മുടെ രോഗത്തിൽ കൂടെ ഇരുന്ന് നമ്മെ തലോടുന്ന ദൈവം, നാം കരയുമ്പോൾ, നാം ഏങ്ങലടിക്കുമ്പോൾ, നാം വിതുമ്പുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളം വിങ്ങുമ്പോൾ നമ്മുടെ അരികത്തിരുന്ന് കണ്ണ് തുടച്ചു തരുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീരൊപ്പിത്തരുന്ന ഒരു ദൈവം. എത്ര യാഥാർത്ഥ്യമാണ് ഈ ദൈവം! കർത്താവായ യേശു, ഓ ജീസസ് ക്രൈസ്റ്റ്, സോ റിയൽ എ ഗോഡ്. പ്രിയപ്പെട്ടവരെ, എത്ര യാഥാർത്ഥ്യമാണ് ക്രിസ്തു! നിങ്ങൾ ജീവിതത്തിൽ കൊടുമ്പിരിക്കൊണ്ട പ്രശ്നങ്ങളിൽപ്പെട്ട് ഉലയുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിയിട്ട്, നിങ്ങളുടെ മുറിയിലേക്ക് മാറിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ നിൽക്കുന്നെങ്കിലും ഇരിക്കുന്നെങ്കിലും അല്ല കിടക്കുന്നെങ്കിലും, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ചുരുങ്ങിയിട്ട് നിങ്ങൾ ഒന്ന് ഉള്ളുയർത്തുവീൻ. നാഥാ, നീ എന്നെ ഒന്ന് ഓർക്കണമേ. കർത്താവേ, നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ. എന്നെ നീ ഒന്ന് വിചാരിക്കണമേ. ഞാനൊരാളിവിടെ ആവശ്യക്കാരനായിട്ടുണ്ട് എന്ന് എൻ്റെ ദൈവമേ, നീ എന്നെ ഒന്ന് നോക്കണമേ. സഹോദരങ്ങളെ, അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അരികത്ത് വരുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്, വചനത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു എന്ന് 145 സങ്കീർത്തനം 18 വാക്യം പറയും. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈ കൂട്ടായ്മയിൽ വന്നില്ലെങ്കിലും ഒന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എവിടെയാണോ അവിടെ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് വിളിച്ചാൽ വിളി കേട്ട് ഓടി വരുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു യേശുവുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം. സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. സോ റിയൽ എ ഗോഡ് ആൻഡ് സോ ഡിയർ എ ഗോഡ് ആൻഡ് സോ നിയർ എ ഗോഡ്. ആ ദൈവം അത്ര പ്രിയങ്കരനാണ്, ആ ദൈവം അത്ര ചേർന്ന് നിൽക്കുന്നവനാണ്.
നമ്മുടെ വേദനയിൽ സഹതപിച്ച് ഒപ്പം ഇരുന്ന് നമ്മെ തലോടുന്നവനാണ്, താങ്ങി തലോടി നമ്മെ സഹായിച്ച് തരുന്നവനാണ്. ദാവീദിനെ ദൈവം സന്ദർശിച്ചു, ആ കുടുംബത്തെ ദൈവം സന്ദർശിച്ചു. എന്താണ്, എങ്ങനെയാണ് അറിഞ്ഞത്? ഒരു ദിവസം ശമൂവേൽ പ്രവാചകൻ അറിയിച്ചു, ഇശായി അറിയിച്ചു. ശമൂവേൽ പ്രവാചകൻ ശീലോവിലാണ്, ബേത്ലഹേമിലേക്ക് ആളയച്ച് അറിയിച്ചു, ഇശായി, നിൻ്റെ മക്കളിൽ ഒരാളെ രാജാവാക്കാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇശായി അങ്ങ് ത്രിൽഡായി. ഇശായി അങ്ങ് ആനന്ദത്തിൽ ഉള്ളം നൃത്തം ചെയ്തു. എന്താണ് ഈ കേൾക്കുന്നത്? എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ശോഭനമാകും. ഈ കുഗ്രാമത്തിലെ കൊച്ചു ഭവനത്തിൽ, ദരിദ്ര കുടുംബത്തിൽ ഒരാളിതാ രാജാവായി കൊട്ടാരത്തിൽ വാഴാൻ പോകുന്നു. അസുലഭ ഭാഗ്യം, അപൂർവ ഭാഗ്യം, പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യം, അവിചാരിതമായി കൈവന്ന മഹാഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഇശായി മക്കളെ വിളിച്ചു, ഭാര്യയെ വിളിച്ചു, മക്കളെ, നമ്മുടെ പട്ടിണി മാറാൻ പോവുകയാണ് കേട്ടോ, നമ്മുടെ ദുരിതം മാറാൻ പോവുകയാണ്, നമ്മുടെ കഷ്ടപ്പാട് മാറാൻ പോവുകയാണ്. എന്തൊരു ഭാഗ്യം! ദൈവം തമ്പുരാൻ ശമൂവേൽ പ്രവാചകൻ്റെ നാവിൽ കൂടി ഒരറിയിപ്പ് തന്നിരിക്കുന്നു. ദൈവം നിങ്ങളിൽ ഒരാളെ, എൻ്റെ മക്കളിൽ ഒരാളെ രാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ശീലോവിൽ ചെല്ലാനാണ് അരുളപ്പാട്. ഒരുങ്ങിക്കോ, നാളെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി ഒരുങ്ങിക്കോ. പിള്ളേർക്കെല്ലാം സന്തോഷം, എല്ലാവർക്കും ആനന്ദം, ഉള്ളം തുടിക്കുകയാണ്. ആനന്ദത്തിലങ്ങ് വേലിയേറ്റം കൊണ്ട് ഹൃദയം കുതിക്കുകയാണ്. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റു, എല്ലാവരും കുളിച്ചു ഡ്രസ്സ് ചെയ്തു. എല്ലാവരും, മക്കൾ 8 പേരുമുണ്ട്, ദാവീദുണ്ടല്ലോ കൂടെ. അപ്പൻ പറഞ്ഞു, മക്കളെ എല്ലാവരും തയ്യാറായോ? പൂവല്ലോ, എന്നാൽ പുറപ്പെട്ടോളൂ. അപ്പൻ പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞു, ദാവീദേ, നീ ആടുകളെ നോക്കാൻ പൊയ്ക്കോ കേട്ടോ. അതെന്താ? അപ്പനറിയാം ഈ ദാവീദിനെ രാജാവാകാൻ കൊള്ളുകയില്ലെന്ന്, ദാവീദിനെ അതിന് കൊള്ളുകയില്ലെന്ന് അപ്പനറിയാം. അപ്പൻ്റെ അസസ്മെൻ്റ് അങ്ങനെയാണ്. കാരണം ഇത്രയും നാളറിയാമല്ലോ, ഒരു പ്രാപ്തിയില്ലാത്ത കൊച്ചൻ. ആകെ അറിയാം പാട്ടും പാടി ആടുകളുടെ പുറകെ നടക്കാനറിയാം. ആകെ അറിയാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടും പാടി നടക്കാനറിയാം. പിന്നെ ഒന്നുകൂടി അറിയാം, കവിണയിൽ കല്ല് വെച്ച് എറിയാനറിയാം. പിന്നെ എന്നെ അറിയാവുന്നേ? വേറെ ഒന്നും അറിയാൻ പാടില്ല. മറ്റു മക്കളുണ്ടല്ലോ, അവരെല്ലാം നല്ല കരുത്തരാണ്, നല്ല അരോഗ ദൃഢഗാത്രരാണ്, നല്ല വീരശൂര പരാക്രമികളാണ്, നല്ല കരുത്തുറ്റവരാണ്. അവരെ അതിന് കൊള്ളാമെന്ന് അപ്പനറിയാം. അവരെ എല്ലാവരെയും 7 പേരെയും കൂട്ടിക്കൊണ്ട് ഇശായി യാഗസ്ഥലത്തേക്ക് ശീലോവിലേക്ക് പോയി. ശമൂവേൽ ഇശായിയോട് ചോദിച്ചു, ഇശായി, നിൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെന്നോ? ഉണ്ട്, അവരല്ലേ ഈ നിൽക്കുന്നത്, കാണട്ടെ. മൂത്ത മകൻ ഏലിയാബ് എന്നാണ് അവൻ്റെ പേര്. ഏലിയാബല്ല, ഏലിയാബ്. ഏലിയാബിനെ നീക്കി നിർത്തി. ശമൂവേൽ അടിമുടി നോക്കി, ഇവനെ യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവം പറയുന്നു, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ഇവനെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഏലിയാബ് മാറി നിന്നു. പിന്നെ അടുത്ത അബീനാദാബാണ്. അബീനാദാബിനെ നീക്കി നിർത്തി. ഇവനെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ അടുത്തത് ശിമേയി എന്ന് പറയുന്ന ശമ്മായാണ്. ശിമേയിയെ നീക്കി നിർത്തി, ശമ്മ. ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല. 4, 5, 6, 7 ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. ഇതെന്താണിത്? ശമൂവേലിൻ്റെ മുഖം ആലോചനാ ബാഹുല്യം കൊണ്ട്, അല്പം ചിന്താപാരവശ്യം കൊണ്ട് വിവരണമായി. ശമൂവേൽ ചോദിച്ചു, ഇശായി, നിൻ്റെ മക്കൾ എല്ലാവരും ആയോ? കാരണം ദൈവത്തിൻ്റെ അരുളപ്പാട് ഇശായിയുടെ മക്കളിൽ ഒരാളെ രാജാവാക്കുമെന്നാണ്. ആ കാര്യം അറിയിച്ചതാണ്. ഇശായിയോട് ചോദിച്ചു, മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ മക്കളെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ എന്തു പറ്റി? എവിടെയാണ് തെറ്റുപറ്റിയത്? ശമൂവേലിന് മനസ്സിലാകുന്നില്ല. ഇശായി, നിൻ്റെ മക്കൾ എല്ലാവരുമായോ? ഇശായിയുടെ മുഖത്തൊരു മ്ലാനത, ഏതാണ്ടൊരു ജാള്യം, ഒരു തെല്ല് പ്രയാസം. ഇശായി പറഞ്ഞു, ഇല്ല, ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേക്കിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവനെ അതിനെ കൊള്ളാവൂ. 1 ശമൂവേൽ 16-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ഉള്ളം ത്രസിക്കും. നിങ്ങൾ ആനന്ദം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മതിമറന്ന ദൈവത്തെ വാഴ്ത്തിപ്പാടും. കാരണം ജീവനുള്ള ദൈവം പുറമേയുള്ളതല്ല നോക്കുന്നത്, ഹൃദയമാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. സ്നേഹിതരെ കേൾക്കൂ, ഇശായിയോട് ശമൂവേൽ പറഞ്ഞു, വേഗം ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടില്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല. പെട്ടെന്ന് ഇത് ആൾ പോയി. വീട്ടിലാണോ?
അങ്ങ് കാട്ടിൽ, അങ്ങ് മലഞ്ചെരുവിൽ ആടുകൾ പിറകെ നടക്കുന്നു. അവന് പരിഭവമില്ല, അവന് നിരാശയില്ല, അവന് നീരസമില്ല, അപ്പനോട് കയ്പില്ല, സഹോദരന്മാരോട് അസൂയയില്ല. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആടുകൾ പിറകെ നടക്കുകയാണ്. പെട്ടെന്ന് ആൾ ചെന്ന് പറഞ്ഞു, അവനെ ഒരുക്കി, ഇതാ അവൻ വേഗം വരികയാണ്. എൻ്റെ ധാരണ അങ്ങനെ ബൈബിളിലില്ല, അവൻ്റെ വേഷം പോലും മാറിയില്ലെന്നാണ്. പാവം ആട് നോക്കുന്ന വേലയിൽ നിന്ന് ആ ഒരു ചെറിയ കച്ചത്തോർത്ത് കൊടുത്ത് ആ ചെറിയ കവണയും കയ്യിൽ പിടിച്ച് അങ്ങനെ ആടുകൾ പിറകെ നടന്നവൻ ആടിനെ നോക്കുന്നൊരു ചെറിയ കോലും കയ്യിൽ വെച്ചുകൊണ്ട് അവനിതാ വരുന്നു. ദൂരെ നിന്ന് ദാവീദ് വരുന്നത് കണ്ടപ്പോൾ തന്നെ ശമൂവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇവനത്രേ യഹോവയുടെ അഭിഷിക്തൻ, ഇവനത്രേ ഇസ്രായേലിൻ്റെ രാജാവ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, പിൽക്കാലത്ത് സങ്കീർത്തനക്കാരനായ ആസാഫ് എഴുതി 78-ാമത്തെ സങ്കീർത്തനം 70-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അവൻ വരുത്തി, ആടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് അവനെ കൊണ്ടുവന്നു, തള്ളയാടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അവൻ വരുത്തി, തൻ്റെ ജനമായ ഇസ്രായേലിനെയും താൻ മേയിക്കുന്ന യാക്കോബിനെയും മേയിക്കേണ്ടതിന് അവനവനെ തള്ളയാടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു, കൈമിടുക്കോടെ അവരെ നടത്തി എന്ന്. സഹോദരങ്ങളെ ഓർക്കൂ, ജീവനുള്ള ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. ആ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം പിൽക്കാലത്ത് കൽപ്പിച്ചു. ദൈവത്തിന് ബോധിച്ച പുരുഷനെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ഇടക്കാലത്തൊരു അപകടം പറ്റി. എന്താണ്? ദാവീദിനെ പാപം വേട്ടയാടി. എന്നാൽ പാപം വേട്ടയാടിയെങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിൽ തിന്മകൾ വന്നെങ്കിലും ദാവീദ് അനുതപിച്ചു. ദാവീദ് ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു, തെറ്റുകൾ കണ്ടു, തന്നെ തിരിച്ചറിഞ്ഞു, അനുതാപത്തോടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. നാഥ ക്ഷമിക്കണമേ, ദൈവമേ നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ എന്ന് പറഞ്ഞ് ദാവീദ് കരഞ്ഞു. ദാവീദിൻ്റെ അനുതാപം ദൈവസന്നിധിയിൽ ചെന്നു. തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തോടെ കരഞ്ഞ ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാവീദിനെ ദൈവം കൈക്കൊണ്ടു, ദാവീദിനെ ദൈവം അംഗീകരിച്ചു. ദൈവം പിൽക്കാലത്ത് പറഞ്ഞു, ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു, തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. സ്നേഹിതരെ, നിങ്ങൾക്ക് ആശയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ വന്നു കാണും. നിർത്തുക. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിക്കാണും. അതിൽ നിന്ന് വിരമിക്കുക, പാപത്തോട് വിട പറയുക, പുതിയ ജീവിതം ആരംഭിക്കുക, ദൈവത്തിനായി നിങ്ങളുടെ ജീവിതം വേർതിരിക്കുക, ദൈവഹിതം നിവർത്തിക്കുന്നവനായി തീരുക, ദൈവത്തിന് ബോധിച്ച പുരുഷനായി തീരുക, നമ്മെ തന്നെ സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തെരഞ്ഞെടുത്ത സ്നേഹം, ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹം, ഞങ്ങളെ വേർതിരിച്ച സ്നേഹം, നാഥാ ഞങ്ങളെ ഇപ്പോൾ പേർ ചൊല്ലി വിളിക്കുന്ന സ്നേഹം കാണുവാൻ ഞങ്ങളുടെ ഉള്ളങ്ങളെ തുറക്കണമേ. അവിടുത്തെ വാത്സല്യ തികവറിയുവാനും അവിടുത്തെ സ്നേഹത്തിൻ്റെ ബാഹുല്യം ഗ്രഹിപ്പാനും ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. നാഥാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കരം വെച്ച് ആശീർവദിക്കണമേ. പുതിയ ശാന്തി നൽകണമേ, പുതിയ സമാധാനം നൽകണമേ, അനുഗ്രഹ വായ്പിലേക്ക് നയിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.